ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക്. ഇന്ന് ഞാനൊരു ഡ്രൈ ഫ്രൂട്ട്സ് ഡിലൈറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചോക്ലേറ്റിന് പകരം ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള അടിപൊളി ഒരു സ്വീറ്റാണ്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ബദാം, ഈത്തപ്പഴം, പിന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പിസ്ത. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ പഞ്ചസാര ഒഴിവാക്കണം എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പും, പിസ്ത, അതുപോലെ തന്നെ ബദാം, ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഉണക്കമുന്തിരി, പിന്നെ ഈത്തപ്പഴം, കുരു കളഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കുഴച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബോളാക്കിയാൽ മതി. ഇനി ഈ ബോൾ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പലക വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ബോൾ വെച്ചിട്ട് മേലെ വീണ്ടും ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് കനേ വരാൻ പാടുള്ളൂ. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഈ ബട്ടർ പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു A4 ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്നത് നമുക്ക് ഉരുളകളാക്കിയിട്ട് വയ്ക്കുകയും ചെയ്യാം. പല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഡിലൈറ്റ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അതാ നമ്മുടെ ചോക്ലേറ്റ്, പലതരത്തിലുള്ള ചോക്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.